ഹലോ ഗൈസ്, ഞാൻ വെറുതെ ഒന്ന് പ്ലേ സ്റ്റോറിൽ കയറി GTA 5 നടിച്ചപ്പം കിട്ടിയ ഗെയിമാണ് ഗൈസ്. ഞാൻ പിന്നെ യൂട്യൂബിൽ നോക്കിയപ്പം എല്ലാവർക്കും ഇതത്ര ഇഷ്ടമാണ്. നല്ലതായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നാണ് എനിക്ക് തോന്നിയോണ്ട് മാത്രം ഞാൻ ഈ ഗെയിം പ്ലേ എടുത്തതാണ്. ഞാനിതുവരെ കളിച്ചിട്ടില്ല ഗൈസ്. ഏതായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അന്നേരം ഗൈസ്, ഗെയിം തുറക്കുമ്പോൾ ഇങ്ങനെയാണ്. ചെറുതായിട്ടൊന്ന് സ്റ്റക്ക് ആവുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. സ്റ്റക്കൊന്നുമില്ല. നമ്മുടെ 300 രൂപയാണ് ഇപ്പോൾ ഉള്ളത്. ഈ പൈസ കൊണ്ട് ഇതിനകത്ത് എന്തോ ചെയ്യാനാ? ഇതിൻ്റെ മാപ്പൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഇതൊരു ഓപ്പൺ വേൾഡ് ഗെയിമാണ്. ഏതായാലും നമുക്ക് വെളിയിലോട്ടൊക്കെ ഇറങ്ങാം. വീടിൻ്റെ അകമൊക്കെ കുഴപ്പമില്ല. ഗ്രാഫിക്സ് GTA 5 വെച്ച് നോക്കി ഇതൊന്നുമല്ല. പക്ഷെ നല്ലൊരു എൻജോയ്മെൻറ്റ് കിട്ടുന്ന ഗെയിമാണ്. അതിൻ്റെ ഇത് കളറൊക്കെ കണ്ടോ, നല്ല വൈബ് കളറ്. ഞാനിതിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്. അതിലും എനിക്കും ഇത് ഇഷ്ടപ്പെട്ടായിരുന്നു പേഴ്സണലി. ഇനി കളിച്ച് നോക്കുമ്പോൾ അറിയാം. നമ്മൾ കളിക്കുമ്പോൾ വേറെ ഒരു എക്സ്പീരിയൻസ് അല്ലേ കിട്ടുന്നത്, വീഡിയോ കാണുന്ന കൂട്ടല്ലല്ലോ. ഈ ഗെയിമിൻ്റെ ഫാൻസ് ഉണ്ടെങ്കിൽ താഴെ ഒരു റെഡ് ലവ് കമൻറ്റ് ചെയ്യുക. TV ഒക്കെ കുഴപ്പമില്ല. ഞാൻ കണ്ട പഴയൊരു വീഡിയോ ആയിരുന്നു. ഇതിപ്പോൾ അപ്ഡേറ്റ് ആയിട്ടുണ്ട് ഈ വീട് ഫുള്ള്. എന്തോ ഗെയിം സേവ്ഡ് ആയിരുന്നു. ഞാൻ എൻ്റെ ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് GTAയുടെ വൈസ് സിറ്റി സ്റ്റോറീസിൻ്റെ. അതിനകത്ത് കൂട്ടൊക്കെയാണ് സേവ് ചെയ്യുന്നത്. അതിനകത്ത് ഇതുപോലൊക്കെയാണ് സേവ് ചെയ്യുന്നത്. അതൊക്കെ കണ്ട് കോപ്പി ആയിട്ട് എടുത്താന്ന് തോന്നുന്നു ഈ ഗെയിം. ഇതിനകത്ത് ഫോണും ഉണ്ടോ? ഇന്ത്യൻ ബാക്ക് റൈഡിനകത്ത് കൂടി ഇതിനകത്തും ഫോണുണ്ട്. നമ്മുടെ മോന്തായിരിക്കുന്നത്. മീശ എന്തോടെ ഇങ്ങനെ ഇരിക്കുന്നേ? പുള്ളി കളർ ചെയ്തോ? ക്യാമറയൊക്കെ സെറ്റാ. നമുക്ക് ക്യാമറയുടെ ഫോട്ടോ തന്നെ ക്യാമറയ്ക്കകത്തെടുക്കാം. ക്യാമറയുടെ ഫോട്ടോ നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ ഫോട്ടോ ഒക്കെ ഇനി കാണാൻ പറ്റുമോ? ഇതെന്തോ? ഇതിനൊക്കെ പരസ്യം കാണാം. നമ്മുടെ ഈ പരസ്യം കാണാനൊന്നും സമയമില്ല ഗൈസ്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഈ കിളിയൊക്കെ അലക്കുന്ന സൗണ്ട് ഉണ്ടോ? ഒരു ബൈ ഗെയിം. എന്തൊരു നടക്കുമ്പോൾ സേവ് ആവുന്നു. ഞാൻ കണ്ട വീഡിയോയ്ക്ക് അത് ഇവിടെ ഒരു ബൈക്ക് ഉണ്ടായിരുന്നല്ലോ. അതൊക്കെ മോഷ്ടിച്ചോണ്ട് പോയി നമ്മുടെ ബൈക്ക്. ഇതെന്തോ പറ്റി? എൻ്റെ ഗ്രാഫിക്സും കൂടെ സെറ്റാക്കിയായിരുന്നെങ്കിൽ ഇത് സെറ്റ് ഗെയിമായിരുന്നു. എന്താ വണ്ടി എവിടെ ആയിരുന്നു? ആക്സിലേറ്റർ. ഇടിച്ച് ഇനി പോലീസ് വല്ലതും വരുമോ? വീട്ടിൽ ഇടിച്ചാന്നും പോലീസ് വരത്തില്ല. നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം മാപ്പ്. ഗായ്സ്, ആദ്യത്തെ ഇടി നമ്മുടെ ഏതെങ്കിലും ഒരുതനെ കണ്ടങ്ങ് ഇടിക്കുക. ഗായ്സ്, എന്തോ കേസ് നമ്മൾ വീഴുമ്പം പൈസ കൂടുന്നേ. എന്തോ ഗെയിം ഇതാരാ? സുഗുണനോ? സുഗുണ എന്തോ ഇരിക്കുമോ? അടി വേണോ? ആടാ ഇച്ചിരി ഡാൻസ് കളി സുഗുണൻ. എന്നാ പിടിച്ചോ സുഗുണ. ഇവൻ ഡാൻസ് കളിച്ചത് നമുക്ക് ഇവന് ഇട്ടോളണം കൊടുക്കാം. ഇവന് കൊള്ളുന്നില്ലല്ലോ. ഇവനടിച്ചു ഗൈസ്. ഞാൻ പക്ഷെ കണ്ട വീഡിയോക്കകത്ത് ഇവരെ അടിക്കത്തില്ലായിരുന്നല്ലോ. ഇത് ചീറ്റിങ്. എനിക്ക് മാത്രം എന്തോ ഇങ്ങനെയൊക്കെ ചീറ്റിങ് ആയിരുന്നേ. പിടി പാട്ടിടാ. ഡാൻസ് കളിക്കാത്ത ഇച്ചിരി ദൂരോട്ട് പോവാം. ഡാൻസ് കളി. നീ അവിടെ നിന്ന് ഡാൻസ് കളി, ഞാൻ ഓടിപ്പോട്ടെ. ഇവനെന്തോ കുറഞ്ഞു വരുന്നു. നമുക്കോട് സ്ഥലം വിടാൻ ഗൈസ്. ഇപ്പം ഇങ്ങനെ നിന്ന
വന്നാൽ ഒന്നും പറ്റത്തില്ല. വരുന്നുണ്ടോ ഗൈസ്? ഇവനെങ്ങനെയാണ് ഈ ഇത്ര സ്പീഡിൽ വരുന്നേ? വെറുതെ ഒന്നും അവനെ പേടിച്ച് വല്ലതും വണ്ടി വല്ലതും ഉണ്ടെങ്കിൽ കയറി പോവാൻ. ഓടോ താനിവിടെ പോകും. എന്നെ താഴൊന്നുമില്ലായിരുന്നു. സാധാരണ നമ്മൾ വണ്ടി വറക്കുമ്പോൾ ഒരാളെ തെള്ളി ഇട്ടിട്ടില്ല കൂടെ. വണ്ടി പുള്ളി നീ അവനെ പിടിച്ചാടണം കൊടുക്കണം. വണ്ടി മോന്തയ്ക്കൂടെ കയറ്റണം. എന്തിയാ പോയോ? ചെറുക്കാനറിയാം ഞാൻ ബ്രോയാണ്. പേടിച്ച് പോയി കാണും. ചെയ്യാൻ ഗൈസ്, നമുക്ക് വണ്ടി ഒന്ന് പാർക്ക് ചെയ്തിട്ട് ഈ വീടിനകത്ത് കയറാൻ പറ്റുമെന്ന് നോക്കാം ഗൈസ്. ഒരു വിധത്തിൽ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് കയറാം. ഇതെന്തോ വടി? പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചു ഇതിനകത്തൊന്നും കയറാൻ പറ്റത്തില്ല. ഇതിനാകെ ഒരു കുഴപ്പമുള്ളൂ, നല്ല എന്തായിരുന്നു ഗെയിം പ്ലേ ഒക്കെ ഒരു ഇതായിരുന്നുള്ളൂ. പക്ഷെ ഒറ്റ പ്രശ്നമുള്ളൂ, ഈ ഗ്രാഫിക്സ് മാറ്റിക്കഴിഞ്ഞാൽ പൊന്നു മോനെ ഇത് പൊളി സാധനം. ഏതവനാടാ അവിടെ കുറേ നേരമായിട്ട് വണ്ടിയുടെ സൗണ്ട് ഉണ്ടാകും? നീയൊക്കെയാണോടാ? എന്നാ നീ പോയി പൊട്ടിത്തെറി പൊട്ട്. ഓ ഗായ്സ് സെറ്റ്. ഓ മോനെ നമുക്ക് തൊറ്റി. ഓ ഇതിനകത്ത് ലൈഫ് ഒന്നുമില്ല ഗൈസ്. ഇപ്പം ഇത്ര ഈ മൈൻക്രാഫ്റ്റിൽ കാണത്തില്ലേ ഒരു എത്ര 4-6 ലവ് കാണും. ആ ലവ് തീരുമ്പോൾ നമ്മൾ ചത്തുപോകും. അതുപോലത്തെ ഇല്ലെന്ന് തോന്നുന്നു. ഇതിനകത്ത് ഉള്ളി അറസ്റ്റ് ആവുന്നതേ ഉള്ളൂ. ലൈഫൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളിപ്പം തീർന്നേനെ. ഇതിപ്പം മൈൻക്രാഫ്റ്റിലായിരുന്നെങ്കിൽ ഓർത്തേനെ നമ്മുടെ വെടി പോയേനെ. പോലീസുകാരൻ വന്നപ്പോഴത്തേക്ക് നീ അവിടെ നിന്ന് ഡാൻസ് കളിക്കും. അതുകൊണ്ട് ഗൈസ് നമ്മൾ അറസ്റ്റഡ് ആകുമ്പോൾ ഇവിടുന്ന് വേഗം ഓടണം ഗൈസ്. ഈ ഷാഡോ ഒക്കെ കണ്ടോ അവർ കറക്റ്റായിട്ടാ സൂര്യൻ അസ്തമിക്കുമ്പോൾ സൺസെറ്റിൻ്റെ അതൊക്കെ കണ്ടോ കറക്റ്റ് ആ റോഡിലോട്ട് നോക്കി റിഫ്ലക്റ്റ് ചെയ്യുന്നത്. പോലീസ് വരുന്നതും കൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് നിന്നൊക്കെ കാണാമായിരുന്നു. നമുക്ക് നമ്മുടെ വീട്ടിൽ പോകണ്ടായി ഇനി കിടന്നുറങ്ങാൻ. അപ്പോൾ പോലീസ് വരുന്നുണ്ട്. ഈ പുള്ളിയെ കൊണ്ട് വല്ലത് ഇത് മറ്റേ അവനല്ലായിരുന്നോടാ? അവനും ഇനിയും വരുമോ? ഓ അതുകൊണ്ട് അവനും വരും. ഓ പോലീസുകാരൻ തള്ളിക്കൊണ്ട് വന്നു. നമുക്ക് ഏതായാലും കണ്ടം വഴി വിട്ടേക്കാം ഗൈസ്. ഗൈസ് നമ്മൾ ഒരു വിധത്തിൽ ഓടി വന്നിട്ടുണ്ട്. ഈ ബാങ്കിനകത്ത് കയറാൻ പറ്റുമോ ഗൈസ്? ചിലതിനകത്ത് അന്നേരം നമുക്ക് കയറാം ഗൈസ്. പക്ഷേ പോലീസ് എന്ത് നമ്മൾ അറസ്റ്റഡ് ആണെന്നാണ് കാണിക്കുന്നത്. അറസ്റ്റഡ് ആകുന്നു. ഇത് ചീറ്റിങ്ങാ ഗൈസ്. പോലീസും ഇല്ല. ഓ ഗൈസ് പോലീസ് ചിലപ്പം വെളിയിൽ കാണാം. വെളിയിലുണ്ടെങ്കിലും അങ്ങനെ കാണിക്കുമായിരിക്കും. ബാങ്കിൻ്റെ അകമൊക്കെ കൊള്ളാം. നമുക്ക് അടുത്തൊരു വീഡിയോ ചെയ്ത് ഈ മാപ്പ് ഫുള്ള് ഞാൻ എക്സ്പ്ലോർ ചെയ്യും. നോ ക്രൈം, ഒരു ക്രൈമും ചെയ്ത് ഞാൻ മാപ്പ് ഫുള്ള് എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും ഗൈസ്. ഇതിപ്പോൾ അറസ്റ്റഡ് ആവും. പെടാതിരുന്നാൽ മതിയായിരുന്നു. എങ്ങനെയെങ്കിലും ഒരു വണ്ടി കിട്ടിയെന്ന് രക്ഷപ്പെട്ട് ഓടാൻ. അല്ലാതെ പോലീസുകാരൻ്റെ നിന്ന് രക്ഷപ്പെടാൻ ഒരു കുഴപ്പമില്ല. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, നമുക്കൊരു സ്റ്റാർ കിട്ടിയിട്ടുണ്ട്. ആരെങ്കിലും അത് ശ്രദ്ധിച്ചായിരുന്നോ ഗൈസ്? വണ്ടിയൊക്കെ പിടിച്ച സ്റ്റാർ കിട്ടും കേട്ടോ. പക്ഷെ വണ്ടി തുറന്ന് നോക്കി ആരുമില്ല. പിന്നെ എന്തിനാ ഈ പോലീസുകാരൻ പിടിക്കുന്നത് നമ്മളെ വന്ന്? നമ്മളാരും കൊന്നൊന്നുമില്ലല്ലോ. ഗൈസ് എനിക്ക് തോന്നി ഈ പോലീസുകാരനെ നുഴഞ്ഞൊന്നും രക്ഷപ്പെടാൻ പറ്റത്തില്ലെന്ന്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ്, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ ആ ബെല്ലൈക്കൺ അങ്ങ് അടിച്ചു പൊട്ടിച്ചേക്ക് ഗൈസ്.